ചില ആൾക്കാർക്ക് സഭാകമ്പമില്ല, സ്റ്റേജിൽ കയറാൻ പേടിയില്ല, പക്ഷെ എന്നിട്ടും അവർക്ക് നന്നായി പ്രസംഗിക്കാൻ സാധിക്കാറില്ല. അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ്. ഒന്ന്, ലാക്ക് ഓഫ് നോളജ്. പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. രണ്ടാമത്തെ കാര്യം, ഒരു വാലും തുമ്പുമില്ല. സംസാരിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് അവസാനത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുക എന്ന ഒരു കല, ഇത് പലർക്കും അറിയില്ല. മൂന്നാമത്തെ കാരണം, ബ്ലാങ്ക് ആയി പോകും. സ്റ്റേജിൽ കയറി നിന്നു, പക്ഷെ എന്താ പറയേണ്ടത് എന്ന് ഓർമ്മയിൽ നിന്നും വരുന്നില്ല. അപ്പൊ ഈ 3 കാരണങ്ങളാണ്. ആദ്യത്തെ കാരണം അറിവില്ലായ്മ. അതിന് നിങ്ങൾക്ക് ധാരാളം വായിക്കണം. വായിച്ച് ഉണ്ടാകുന്ന നോളജിൽ നിന്നും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റും. അല്ലെങ്കിലോ ആ വിഷയം കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നന്നായി പഠിച്ചിട്ട് ഗവേഷണം നടത്തി ഒരു പ്രസംഗം തയ്യാറാക്കണം. രണ്ടാമത്, തുമ്പും വാലും. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം. അപ്പൊ ഒരു വിഷയത്തിന്റെ ബേസ് എന്താണ്, അത് കഴിഞ്ഞാൽ രണ്ടാമത് എന്താണ് പറയേണ്ടത്, മൂന്നാമത് എന്താണ് പറയേണ്ടത്, നാലാമത് എന്താണ് പറയേണ്ടത് എന്നൊരു ഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നം തീരും. മൂന്നാമത്തെ പ്രശ്നം ബ്ലാങ്ക് മെമ്മറി. അതിന് എന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾക്ക് പോയിന്റുകൾ വേണം. ഒരു പ്രസംഗത്തിന്റെ തുടക്കം, നടുക്ക്, അവസാനം. അപ്പൊ അവിടെ നടുക്കാണ് അധികം ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ നടുക്ക് പറയേണ്ട കാര്യങ്ങളെ ഒരു സ്ട്രക്ചറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഓർക്കുവാൻ വേണ്ടിയുള്ള ചില സൂത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 3 പ്രശ്നങ്ങളും തീരും. ഇനി ഈ 3 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിലോ എന്റെ കോഴ്സ് ചേർന്നുള്ളൂ. എന്റെ കോഴ്സ് ചേർന്നാലും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും, ഉറപ്പ്.